ഇന്ത്യൻ എയർഫോഴ്സിന്റെ ശേഖരത്തിലുള്ള റഫേൽ യുദ്ധ വിമാനങ്ങൾ ലോകത്തെ തന്നെ മികച്ച ആകാശ പോരാളികളാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ പാക് വ്യോമസേന നിന്ന് വിറച്ചതും ഇന്ത്യയുടെ റഫാൽ വിമാനങ്ങളുടെ വരവ് കണ്ടാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്ത്യയുടെ മുന്നിൽ റഫാൽ വേണ്ടപ്പെട്ടതാണ്, പ്രിയപ്പെട്ടതാണ്. എന്നാൽ ഇന്ത്യക്ക് അതിനേക്കാൾ വിലപ്പെട്ടതാണ് ആത്മനിർഭർ എന്ന സംരംഭം. ഇനി ഫ്രാൻസിൽ നിന്നും ഇന്ത്യയിലേക്ക് മുൻ ധാരണ പ്രകാരം വരാൻ പോകുന്നത് അന്തിമ കരാർ ആയില്ലെങ്കിലും 114 റഫാൽ ജെറ്റുകളാണ്. എന്നാൽ പിന്നെ അത് ഫ്രാൻസിൽ നിന്നും പറന്നു വരണ്ട, ഇന്ത്യയിൽ നിന്നും പറന്നു തുടങ്ങട്ടെ എന്നാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നിലപാട്. ഇന്ത്യൻ വ്യോമസേന ഇക്കാര്യം പ്രതിരോധ മന്ത്രാലയത്തെ അറിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എത്രയും വേഗം റഫാൽ വിമാനത്തിന്റെ നിർമ്മാതാക്കളായ ദസോൾട്ട് ഏവിയേഷനുമായി ഈ വിഷയം സംബന്ധിച്ച് അടിയന്തരമായ ചർച്ചകൾ നടത്താനാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ തീരുമാനം. നിർദ്ദിഷ്ട 114 ജെറ്റുകളിൽ ഭൂരിഭാഗവും ആഭ്യന്തരമായി നിർമ്മിക്കണമെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേന അത്തരമൊരു നിർദ്ദേശമാണ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഏറ്റവും പുതുതായി ചില റഫാൽ വിമാനങ്ങളിൽ ഇന്ത്യൻ നിർമ്മിത ചില മിസൈലുകൾ, ദീർഘദൂര മിസൈലുകൾ ഘടിപ്പിക്കാൻ, എയർ ടു സർഫസ് ആൻഡ് എയർ ടു എയർ മിസൈലുകൾ ഘടിപ്പിക്കാൻ ബുദ്ധിമുട്ട് നേരിട്ടു എന്ന ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ വ്യോമസേന ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തദ്ദേശീയമായി നിയമിക്കുന്ന റഫാൽ വിമാനങ്ങളിൽ തദ്ദേശീയമായ മിസൈലുകൾ അനായാസന ഘടിപ്പിക്കാനുള്ള സാധ്യത 100% കൂടുതലാണ് എന്നതാണ് ഇന്ത്യൻ വ്യോമസേനയെ കൊണ്ട് ഇത്തരമൊരു തീരുമാനമെടുക്കാൻ കാരണം. നിലവിൽ പദ്ധതിയിലെ തദ്ദേശീയ ഉള്ളടക്കം 10 മുതൽ 15% വരെയാണ്. അങ്ങനെ ചെറിയ ഓഹരിയൊന്നും ഇന്ത്യക്ക് വേണ്ട. 75% അതിൽ കൂടുതലോ ഇന്ത്യൻ നിർമ്മിത ഘടകങ്ങൾ ഇനി വരാൻ പോകുന്ന 114 റഫാൽ യുദ്ധ വിമാനങ്ങളിലും ഉണ്ടാകണമെന്നാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിന്റെ നിലപാട്. കോടിക്കണക്കിന് ഡോളറിന്റെ കച്ചവടമാണ് ഈ വിമാന ഇടപാടിൽ നടക്കാൻ പോകുന്നത്. അത് ഫ്രാൻസിൽ നിന്ന് വാങ്ങിയാലും അമേരിക്കയിൽ നിന്ന് വാങ്ങിയാലും UK നിന്ന് വാങ്ങിയാലും ഒക്കെ ഇന്ത്യ അങ്ങോട്ട് പണം കൊടുക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ എന്തുകൊണ്ട് ഈ വിമാന നിർമ്മാണത്തിന്റെ ഒരു പ്ലാന്റ് സ്ഥാപിച്ചുകൂടാ എന്നതാണ് ഈ അടുത്ത ഘട്ടം വിമാനങ്ങൾ വാങ്ങുമ്പോൾ ഏത് വിമാനം വാങ്ങുന്നത് എന്നതിൽ ആശ്രയിച്ചിരിക്കുന്ന മറ്റൊരു ഘടകം ഈ നിർമ്മാണ ഘടകങ്ങളുടെ ലഭ്യത കൂടിയാണ്. അമേരിക്ക ഇന്ത്യയുടെ മുന്നിലെത്തിയിരുന്നു. വിമാനവാഹിനി കപ്പലുകൾക്ക് പറ്റിയ മറീൻ F-35 വിമാനങ്ങൾ നൽകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോഴും ഇന്ത്യ മറീൻ റഫാൽ വിമാനങ്ങൾ തിരഞ്ഞെടുക്കാൻ നോക്കിയിരിക്കുകയായിരുന്നു. പക്ഷെ അവിടുത്തെ ഒരു കുഴപ്പം, F-35 വിമാനങ്ങൾക്ക് അമേരിക്ക തങ്ങളുടെ സഖ്യകക്ഷികൾക്ക് ഈ വിമാനം കൈമാറിയിട്ടുണ്ട്. പക്ഷേ യുകെയിലടക്കം ഈ വിമാനമുണ്ട്. പക്ഷെ ഒരിക്കലും ആ വിമാനത്തിന്റെ നിർമ്മാതാക്കൾ, അമേരിക്കൻ കമ്പനി ഒരിക്കലും ഈ വിമാനത്തിന്റെ സാങ്കേതിക വിദ്യ മറ്റു രാജ്യത്തിന് കൈമാറില്ല. അതുകൊണ്ട് തന്നെയാണ് UK ഒരു F-35 യുദ്ധവിമാനം മാസങ്ങളോളം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വന്നു കിടന്നതും ഒടുവിൽ അത് ഒരുവിധം എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് തിരികെ വിദഗ്ധരെത്തി UK കൊണ്ടുപോയത്. ലോക്ഹീഡ് മാർട്ടിൻ നിർമ്മിക്കുന്ന ഒരു വിമാനത്തിന്റെ സാങ്കേതിക വിദ്യ അമേരിക്കൻ സർക്കാരിന്റെ പ്രത്യേക താല്പര്യപ്രകാരം മറ്റൊരു രാജ്യത്തിനോ ഈ വിമാനം കൈമാറുന്ന മറ്റൊരു കമ്പനിക്കോ മറ്റൊരു വ്യോമസേന സൈനിക വിഭാഗത്തിനോ കൈമാറില്ല. പകരം ആ വിമാനത്തിന് എന്തെങ്കിലും തകരാർ പറ്റിയാൽ ഈ ലോക്ഹീഡ് മാർട്ടിൽ നിന്നും ഇവിടുന്ന് വിദഗ്ധർ ചെന്നത് നന്നാക്കുകയാണ് പതിവ്. എന്നാലും അത് പറ്റില്ല എന്ന് ഇന്ത്യ ആദ്യമേ അമേരിക്കയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് F-35 വിമാനങ്ങൾ ഇന്ത്യ ഒരു പ്രാരംഭ ഘട്ടത്തിൽ തന്നെ അകറ്റി നിർത്തിയത്. പിന്നെ ദസോൾട്ട് ഏവിയേഷൻ നിർമ്മിക്കുന്ന റഫാൽ വിമാനങ്ങൾ ഇപ്പോൾ ഇന്ത്യക്ക് 36 എണ്ണമുണ്ട്. ഇന്ത്യയുടെ പക്കൽ 2 പ്ലാറ്റൂണുകൾ, 2 ഫ്ലീറ്റുകൾ. അപ്പോൾ ഇന്ത്യക്ക് ഈ 2 ഫ്ലീറ്റ് വിമാനങ്ങൾ അത് മാത്രം പോരാ. കാരണം MiG-21 വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേന തങ്ങളുടെ ആയുധ ശ്രേണിയിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയാണ്. അവയെല്ലാം വിരമിച്ചു. അപ്പോൾ അതിന് പകരമായി പുതിയൊരു വിമാനം വരണമെങ്കിൽ അതിൽ തദ്ദേശീയമായ ഘടകങ്ങൾ ഏറെ ഉണ്ടാകണമെന്ന് നിർബന്ധം പിടിച്ചത് ഇന്ത്യൻ വ്യോമസേന തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിൽ പൂർണ്ണ തോതിലുള്ള ഒരു അസംബ്ലി ലൈൻ ദസോൾട്ട് ഏവിയേഷൻ സ്ഥാപിക്കേണ്ടി വരും. ദീർഘകാല ലോജിസ്റ്റിക്കൽ സർവീസിംഗ് കഴിവുകൾക്ക് ഒരു പ്രധാന ഘടകമായി പ്രവർത്തിക്കണം ഈ ഇന്ത്യയിലെ ഈ നിർമ്മാണ ലൈൻ. അങ്ങനെ ഒരു മെയിൻ്റനൻസ്, റിപ്പയർ, ഓവറോൾ MRO, ഒരു MRO ഹബ്ബ് ഹൈദരാബാദിൽ സ്ഥാപിക്കാൻ ദസോൾട്ട് ഏവിയേഷൻ നേരത്തെ തന്നെ ഇന്ത്യയുടെ സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു. ഇന്ത്യക്ക് ഈ വിമാനങ്ങളുടെ നിർമ്മാണ സാങ്കേതികവിദ്യ കൈമാറാനും ദസോൾട്ടിന് ഒരു മടിയുമില്ല. അതുകൊണ്ട് തന്നെയാണ് കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ച് വിമാനം വാങ്ങുമ്പോൾ തദ്ദേശീയമായി നിർമ്മിക്കുന്നത് ആയിക്കൂടെ നല്ലതെന്ന് ഇന്ത്യക്ക് തോന്നിയതും അത് ഇന്ത്യ വിശദമായ ചർച്ചയ്ക്ക് ദസോൾട്ട് ഏവിയേഷനുമായി ഇപ്പോൾ സമയം തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ ഈ റഫാൽ യുദ്ധവിമാനങ്ങൾ അങ്ങനെ ചെറിയ ഒരു മീഡിയം റേഞ്ച് വിമാനങ്ങളൊന്നുമല്ല. മൾട്ടി റോൾ
ശേഷിയുണ്ടതിന്. അതായത് എയർ ടു എയർ, എയർ ടു ഗ്രൗണ്ട്, എയർ ടു സർഫസ്. ഈ 3 തലത്തിലും പ്രഹരിക്കാൻ പറ്റിയൊരു വിമാനമാണ് റഫാൽ വിമാനങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ പടക്കപ്പലുകളിലും റഫാൽ വിമാനത്തിന്റെ മറീൻ പതിപ്പുകൾക്ക് ചെന്നിറങ്ങാം. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ മറ്റ് വ്യോമത്താവളങ്ങളിൽ ഏത് ചെറിയ വ്യോമത്താവളമായാലും അവിടെയൊക്കെ വളരെ കൃത്യമായി അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാനും അവിടെ നിന്നും ആക്രമണ സജ്ജരായി പറന്നുയരാനുമൊക്കെ റഫാൽ യുദ്ധ വിമാനങ്ങൾക്ക് കഴിവുണ്ട്. ആ കഴിവ് അവർ ഓപ്പറേഷൻ സിന്ധുവിന്റെ ഘട്ടത്തിൽ തെളിയിച്ചതുമാണ്. രാത്രിയിലും പകലും ഒരുപോലെ ആക്രമണം നടത്താവുന്ന നല്ല വ്യക്തമായ ക്യാമറ കണ്ണുകളാണ് ഈ വിമാനത്തിനുള്ളത്. പൈലറ്റിനുള്ള വിസിബിലിറ്റി വളരെ ക്ലിയർ ആണ്, ക്രിസ്റ്റൽ ക്ലിയർ. മണിക്കൂറിലെ വേഗത 1912 കിലോമീറ്റർ. പിന്നെ 3 ഡ്രോപ്പ് ടാങ്കുകളോടെ ഒറ്റ പറക്കലിൽ 3700 കിലോമീറ്റർ വരെ യാത്ര ചെയ്യാനുള്ള കഴിവുമുണ്ട്. പിന്നെ ദീർഘദൂര യാത്രയാണെങ്കിൽ അത്രയൊന്നും ഈ യുദ്ധവിമാനങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടി വരില്ല. കാരണം ശത്രുലക്ഷ്യങ്ങൾ, ഏറ്റവും അടുത്തുള്ള ശത്രുലക്ഷ്യങ്ങളെയാണ് ഇവ ആക്രമിക്കാൻ ഒരുമ്പെടുന്നത്. പിന്നെ ഫ്രാൻസിൽ നിന്നും ആദ്യത്തെ 36 യുദ്ധവിമാനങ്ങൾ വന്നപ്പോൾ ഇടയ്ക്ക് വെച്ച് അവരുടെ തന്നെ ടാങ്കർ വിമാനം വന്ന് ഇന്ധനം നിറയ്ക്കേണ്ടി വന്നു. അപ്പോൾ ആകാശത്ത് വെച്ച് ഇന്ധനം വേണ്ടി വന്നാൽ നിറയ്ക്കാനുള്ള സംവിധാനവും ഈ വിമാനത്തിനുണ്ട്. ആധുനിക ആയുധങ്ങൾ ഘടിപ്പിക്കാനുള്ള ശേഷിയാണ് മറ്റൊരു സവിശേഷത. വ്യോമ നിരീക്ഷണം, കരസേനയ്ക്ക് പിന്തുണ നൽകൽ, ആണവ പ്രതിരോധം, കപ്പൽ വിരുദ്ധ ആക്രമണങ്ങൾ, ഇതിനൊക്കെ പേരുകെട്ടതാണ് ഇപ്പോൾ റഫാൽ യുദ്ധ വിമാനങ്ങൾ. ഇന്ത്യയുടെ റഫാലുകളിൽ ആസ്ട്ര, സുദർശൻ മിസൈലുകൾ, AES റഡാർ, പൈതൺ 5 മിസൈൽ, ഡെർബി മിസൈൽ ഇതെല്ലാം ഘടിപ്പിക്കാനുള്ള സംവിധാനമുണ്ട്. അടുത്ത 7 മുതൽ 8 വർഷത്തിനുള്ളിൽ ഹിന്ദുസ്ഥാൻ എയറോട്രോണിക് ലിമിറ്റഡ് HAL നിർമ്മിക്കുന്ന 180 തേജസ് MK-1A വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകും. പക്ഷേ അതിനിയും വൈകുമെന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ തേജസ് MK-1A വിമാനങ്ങൾ ഒരു ഭാഗം ഇന്ത്യക്ക് ലഭിക്കുമ്പോൾ, ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച് HAL കൈമാറുമ്പോൾ അതിന് സമാന്തരമായി ഹൈദരാബാദിൽ വെച്ച് റഫാൽ യുദ്ധ വിമാനങ്ങളുടെ ഒരു നിശ്ചിത എണ്ണം കൂടി ലഭിക്കുകയാണെങ്കിൽ ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തും ജാഗ്രതയും ഒക്കെ വീണ്ടും കൂട്ടാൻ സാധിക്കുമെന്നാണ് കണക്കൂട്ടൽ. അമേരിക്കയുടെ F-35 എന്തായാലും ഇന്ത്യക്ക് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. വ്യോമസേനയുടെ കരുത്തും ജാഗ്രതയും ഒരുപോലെ വർദ്ധിപ്പിക്കുക എന്നാണ് ഇപ്പോഴത്തെ നീക്കം. കാരണം ഏത് നിമിഷവും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഒരു ശത്രു ലക്ഷ്യം വയ്ക്കുന്ന ഒരു നീക്കം ഏത് നിമിഷവും ഉണ്ടാകാം. അതുകൊണ്ട് ജാഗ്രത കൃത്യമായി വേണമെന്നിടത്താണ് റഫാൽ യുദ്ധ വിമാനങ്ങളുടെ പ്രസക്തി ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് റഫാൽ വിമാനങ്ങൾ ഇന്ത്യയിൽ തന്നെ തദ്ദേശീയമായി ആത്മനിർഭർ സംരംഭം പ്രകാരം ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചെടുത്ത് പറന്നുയരാനുള്ള ഒരു പുതിയ സംവിധാനത്തിന് ഇന്ത്യ ആലോചിക്കുന്നത്. വെറുതെ അല്ല ഇന്ത്യൻ വ്യോമസേന ലോകത്തെ മുൻനിര പോർ വിമാനങ്ങളായ റഫാലിനെ സ്വന്തമാക്കുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച